ഹലോ. വെയിൽ കണ്ടിട്ട് ഇപ്പൊ എത്ര ദിവസങ്ങളായില്ലേ? എല്ലായിടത്തും ഇപ്പൊ ഭയങ്കര മഴയാണല്ലോ. അപ്പൊ ഞാനിപ്പോ പോകാൻ പോകുന്നത് മാവേലിക്കര കണ്ടോ, ചെറുതായിട്ട് മഴ തോന്നപ്പോഴാണ് പോകാൻ ഇറങ്ങിയത്. ഈ എത്ര സുന്ദരിയായിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഈ ഹെൽമെറ്റ് വെച്ച് കഴിയുമ്പോൾ, പിന്നെ ഹെൽമെറ്റ് ഊരി കഴിയുമ്പോൾ ഒരുമാതിരി ഭ്രാന്തിയെ പോലെ ഷോക്ക് അടിച്ച പോലെയാണ് ട്ടോ ഇരിക്കുന്നത് തലയൊക്കെ. അപ്പൊ നമ്മൾക്ക് മഴ പെയ്യുമ്പോഴത്തേനും നമ്മുടെ റോഡിന്റെ ഒക്കെ അവസ്ഥ ഇതാണ് കേട്ടോ. പിന്നെ ഈ വെള്ളമൊക്കെ താണ്ടി വേണം പോകാനായിട്ട്. അപ്പൊ ഞാൻ പോകുന്നത് മാവേലിക്കരയിലോട്ടാണ് കേട്ടോ. എന്തിനാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വിഷു ബമ്പർ നറുക്കെടുപ്പാണ് കേട്ടോ. അത് എന്തിനാണ് 300 രൂപ കളയുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ട്ടോ ഞാൻ എടുക്കാത്തത്. ഭാഗ്യമുള്ളവർക്കെല്ലാം അടിക്കുള്ളൂ എന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. പക്ഷെ എന്തോ എടുക്കാൻ തോന്നി പോയി എടുത്തു കേട്ടോ. പിന്നെ നാളത്തേക്കുള്ള ഒരു 50ന്റെ ഒരെണ്ണം കൂടെ എടുത്തു കേട്ടോ. പക്ഷെ എടുത്തപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. ഇനി അപശകുനമാണോ അതോ നല്ലതാണോ എന്നൊന്നും അറിയില്ല. ഭാഗ്യം ഉണ്ടേ അടിക്കട്ടെ, ഇല്ലേ വേറെ ആരും അടിക്കും. അപ്പം ബമ്പറൊക്കെ എടുത്തിട്ട് ഇറങ്ങിയപ്പോഴത്തേനും നല്ല ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ തന്നെ കുറെ നേരം നിന്ന്. ഇത് മാവേലിക്കര നമ്മുടെ KSRTC സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ ലോട്ടറി കട. അപ്പം ഞാന് ലോട്ടറി എടുത്തിട്ട് ഇവിടെ വെയിറ്റിങ്ങിലാണ് ഗൈസ്. എന്തൊരു മഴയാണ്, മഴ തോരത്തേയില്ല. റെയിൻകോട്ടും എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് വണ്ടി എടുത്തതാ. കുറച്ചിങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേന് വീണ്ടും പെരുമഴ കയറി നിന്നു. ഇവിടെ ഞാൻ വീണ്ടും വണ്ടി എടുത്ത് കുറച്ച് ദൂരം പോയപ്പോഴത്തേന് വീണ്ടും തന്നെടാ എന്നെ മഴ ചതിച്ചു. വീണ്ടും മഴ ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി. മിക്കവാറും പനി പിടിക്കാനാണ് ചാൻസ് ഉണ്ട്. പനി പിടിച്ചിട്ട് പിടിച്ചെന്നാൽ കൊച്ചിനും പനി പിടിക്കും. കൊച്ചിന് ന്യൂമോണിയ ഒക്കെ വരുന്നതാണ്. അതുകൊണ്ട് മഴ നനഞ്ഞൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെ എന്തായാലും പാലൊക്കെ മേടിക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ നനഞ്ഞ് തന്നെ ബേക്കറിലോട്ട് കയറി പാലൊക്കെ മേടിച്ച്. അപ്പം ബൈ, ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വിഷു ബമ്പർ അടിക്കട്ടെ. ടാറ്റാ.